ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഭഗവാൻ ശ്രീബുദ്ധന്റെ പിപ്രാഹ്വ തിരുശേഷിപ്പുകളുടെ അന്താരാഷ്ട്ര പ്രദർശനം ഇന്ന് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനതല രജിസ്ട്രേഷൻ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നാളെ കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. തൊണ്ടിമുതൽ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജു കുറ്റക്കാരൻ. നെടുമങ്ങാട് കോടതിയുടെ വിധി പ്രസ്താവം കുറ്റപത്രം സമർപ്പിച്ച് 19 വർഷങ്ങൾക്ക് ശേഷം. കേറ്ററ്റ് നിർബന്ധമാക്കിയ ഉത്തരവ് മരവിപ്പിച്ചു. സുപ്രീംകോടതി വിധിക്കെതിരെ റിവ്യൂ പെറ്റീഷൻ നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഹിയറിംഗ് നോട്ടീസ് നൽകുന്ന നടപടികൾ പുരോഗമിക്കുന്നു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അണ്ടർ-19 ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. ഭഗവാൻ ശ്രീബുദ്ധനുമായി ബന്ധപ്പെട്ട പിപ്രാഹ്വ തിരുശേഷിപ്പുകളുടെ അന്താരാഷ്ട്ര പ്രദർശനം ന്യൂഡൽഹിയിലെ റായ് പിത്തോറ സാംസ്കാരിക സമുച്ചയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ന്യൂഡൽഹി നാഷണൽ മ്യൂസിയത്തിന്റെയും കൊൽക്കത്ത ഇന്ത്യൻ മ്യൂസിയത്തിന്റെയും ശേഖരങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന പിപ്രാഹ്വ ചരിത്ര അവശിഷ്ടങ്ങളും പുരാവസ്തുക്കളും ഇതാദ്യമായാണ് പ്രദർശിപ്പിക്കുന്നത്. 1898ലാണ് പിപ്രാഹ്വ തിരുശേഷിപ്പുകൾ കണ്ടെത്തിയത്. ഭഗവാൻ ബുദ്ധന്റെ ദർശനങ്ങളുമായി ഇന്ത്യയ്ക്കുള്ള ആഴമേറിയ ബന്ധം വിളിച്ചോതുന്ന പ്രദർശനം സമ്പന്നമായ ആത്മീയ പൈതൃകം സംരക്ഷിക്കാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയുടെ പ്രഥമ വനിതാ സ്വാതന്ത്ര്യസമര സേനാനി റാണി വേലു നാച്ചിയാറിന്റെ ജന്മവാർഷിക ദിനത്തിൽ ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ധീരയായ ഭരണാധികാരിയും ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നിലകൊണ്ട ദേശാഭിമാനിയുമായിരുന്നു വീരമംഗൈ റാണി വേലു നാച്ചിയാറെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. റാണി വേലു നാച്ചിയാർ പ്രകടമാക്കിയ ത്യാഗവും ദാർശനിക നേതൃത്വവും ഭാവി തലമുറകളെ പ്രചോദിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. കണ്ണൂർ കേരള സംസ്ഥാന രജിസ്ട്രേഷൻ വകുപ്പ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല രജിസ്ട്രേഷൻ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഈ വർഷം മുതലാണ് രജിസ്ട്രേഷൻ ദിനാചരണത്തിന് തുടക്കമിടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ. 1865 ബ്രിട്ടീഷ് ഇന്ത്യയിൽ രാജ്യത്ത് തന്നെ ആദ്യത്തെ രജിസ്ട്രേഷൻ സംവിധാനം നിലവിൽ വന്നത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ്. ആദ്യ രജിസ്ട്രേഷൻ നടന്നത് 1867 ജനുവരി 4-നാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ വർഷവും ജനുവരി 4 രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ഓരോ ജില്ലയിലെയും മികച്ച സേവനം കാഴ്ചവെച്ച സബ് രജിസ്റ്റർ ഓഫീസുകൾ, മികച്ച ജില്ലാ രജിസ്റ്റർ ഓഫീസുകൾ, ചിട്ടി ഓഫീസുകൾ, മേഖലാ ഓഫീസുകൾ എന്നിവയ്ക്ക് അവാർഡുകളും സമ്മാനിക്കും. തൊണ്ടിമുതൽ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജു കുറ്റക്കാരനെന്ന് വിധിച്ച് നെടുമങ്ങാട് കോടതി. കുറ്റപത്രം സമർപ്പിച്ച് 19 വർഷത്തിന് ശേഷമാണ് വിധി പ്രസ്താവം. ലഹരിമരുന്ന് കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രീ ആന്റണി രാജു തൊണ്ടിമുതലിൽ കൃത്രിമം നടത്തിയെന്നായിരുന്നു കേസ്. ആന്റണി രാജുവും കോടതി ക്ലർക്കായിരുന്ന ജോസുമായിരുന്നു പ്രതികൾ. ഇവർ കുറ്റക്കാരാണെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനങ്ങൾക്കും സ്ഥാനക്കയറ്റങ്ങൾക്കും കേറ്ററ്റ് നിർബന്ധമാക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ് മരവിപ്പിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. വിഷയം മനസ്സിലാക്കാതെയാണ് അധ്യാപക സംഘടനകളുടെ പ്രതിഷേധമെന്നും കേറ്ററ്റ് നിർബന്ധമാക്കിയ സുപ്രീംകോടതി ഉത്തരവിനെതിരെ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സുപ്രീംകോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 1/1/2026 കേറ്ററ്റ് യോഗ്യതയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ആ ഉത്തരവിനെതിരെ അധ്യാപക സംഘടനകളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധവും ആ ഉത്തരവിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാതെയുമുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 1/1/2026 ഇറക്കിയിട്ടുള്ള ഉത്തരവ് താൽക്കാലികമായി മരവിപ്പിക്കുക. കേറ്ററ്റ് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ ഉത്തരവിനെതിരെ റിവ്യൂ പെറ്റീഷൻ ഉടൻ ഫയൽ ചെയ്യുന്നതാണ്. അതിനായി അഫിഡവിറ്റ് തയ്യാറാക്കി അഡ്വക്കേറ്റ് ജനറലിന് കൈമാറിയിട്ടുണ്ട്. കൊല്ലം റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ചീനക്കൊട്ടാരം ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ സജ്ജമാക്കാൻ പരമാവധി കാര്യങ്ങൾ ചെയ്യുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ചീനക്കൊട്ടാരം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂരിൽ സെൻട്രൽ ഫോറൻസിക് ലബോറട്ടറിക്ക് സ്ഥലം അനുവദിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ലെന്നും പകരം തൃശൂരിൽ 25 ഏക്കറിലുള്ള മറ്റൊരു പദ്ധതി കൊണ്ടുവരുമെന്നും അദ്ദേഹം അറിയിച്ചു. മന്ത്രി ജി ആർ അനിൽ പൊതുജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന പ്രതിമാസ ഫോൺ ഇൻ പരിപാടി ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ നടത്തും. ഭക്ഷ്യ പൊതുവിതരണ, ലീഗൽ മെട്രോളജി, ഉപഭോക്തൃകാര്യ വകുപ്പുകളെ സംബന്ധിച്ച പരാതികളും നിർദ്ദേശങ്ങളും ജനങ്ങൾക്ക് മന്ത്രിയെ നേരിട്ട് അറിയിക്കാം. ഉദ്യാൻ ഉത്സവ് 2ാം പതിപ്പിന് സെക്കന്ദരാബാദിലെ രാഷ്ട്രപതി നിലയത്തിൽ ഇന്ന് തുടക്കമാകും. ഇതിനോടനുബന്ധിച്ച് ഈ മാസം 11 വരെ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ വൈകുന്നേരം 8 മണിവരെ രാഷ്ട്രപതി നിലയത്തിൽ പൊതുജനങ്ങൾക്ക് സൌജന്യമായി പ്രവേശിക്കാവുന്നതാണ്.
ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ഹിയറിംഗ് നോട്ടീസ് നൽകുന്ന നടപടികൾ പുരോഗമിക്കുന്നു. കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും എതിർപ്പുകളും ഈ മാസം 22 വരെ സമർപ്പിക്കാവുന്നതാണ്. പ്രവാസി വോട്ടർമാർക്ക് പേര് ചേർക്കാനായുള്ള ഫോം 6A-യിൽ ഇതുവരെ 24,772 അപേക്ഷകൾ ലഭിച്ചു. അതിനിടെ പ്രവാസി വോട്ടർമാർക്ക് SIR നടപടികൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്ന് മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന EVM വിവിപാറ്റ് യന്ത്രങ്ങളുടെ പ്രാഥമികതല പരിശോധന വിവിധ ജില്ലകളിലെ കളക്ടറേറ്റുകളിൽ ആരംഭിച്ചു. ഫെബ്രുവരി 16 വരെയാണ് പരിശോധന. പരിശോധനയിൽ അംഗീകൃത രാഷ്ട്രീയ കക്ഷികളുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ കളക്ടർമാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ സപ്ലൈകോ മുഖേനയുള്ള രണ്ടാം വിള നെല്ല് സംഭരണ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു. സപ്ലൈകോയുടെ വെബ്സൈറ്റ് വഴി കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. ഇതിനായി വെബ്സൈറ്റ് തുറന്നിട്ടുണ്ടെന്ന് സപ്ലൈകോ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. കൊയ്ത്തിന്റെ പുരോഗതി അനുസരിച്ചായിരിക്കും നെല്ലെടുപ്പ് ആരംഭിക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് തുക കിട്ടുന്ന മുറയ്ക്ക് മാത്രമേ നെല്ലിന്റെ വില നൽകാനാവൂ എന്നും സപ്ലൈകോ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം നെല്ലെടുപ്പ് പതിവിലധികം വൈകിയതോടെ ജില്ലയിൽ ഒന്നാം വിള നെല്ല് സംഭരണം ഉദ്ദേശിച്ച വിധത്തിൽ നടന്നിട്ടില്ല. ഒന്നാം വിള നെല്ല് സംഭരണത്തിലെ പാളിച്ചകൾ രണ്ടാം വിളയിൽ ആവർത്തിക്കാതിരിക്കാൻ തിങ്കളാഴ്ച മുഖ്യമന്ത്രി വകുപ്പ് മന്ത്രിമാരുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണമോഷണ കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇരുമുന്നണികൾക്കും സ്വീകാര്യനെന്നും അവർ തമ്മിൽ ഒരു വ്യത്യാസവുമില്ലെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇരുമുന്നണികളുടെയും നേതാക്കളുടെ കൂടെയുള്ള പോറ്റിയുടെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. UPA സർക്കാരിനെ CPM പിന്തുണച്ചതും അന്ന് കേന്ദ്രത്തിൽ നടന്ന അഴിമതിയും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരക്കൊഴിയാതെ സന്നിധാനം. മകരവിളക്കിന് ഇനി 11 ദിനങ്ങൾ മാത്രം ബാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ. മകരവിളക്ക് മഹോത്സവത്തിന് 11 ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഭക്തജനങ്ങളുടെ ഒഴുക്ക് ശബരിമല സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും തുടരുകയാണ്. മണിക്കൂറുകൾ ക്യൂ നിന്നാണ് ഭക്തർ ദർശനം നടത്തി മടങ്ങുന്നത്. നിലയ്ക്കൽ മുതൽ ഭക്തരെ നിയന്ത്രണങ്ങളോടെയാണ് കയറ്റിവിടുന്നത്. ശരംകുത്തി മുതൽ സോപാനത്തിനടുത്തുവരെ തീർത്ഥാടകരുടെ വലിയ നിര കാണാനാകും. ഇന്നലെ നടയടച്ചതു മുതൽ ഇന്നു രാവിലെ 11 വരെ 44,205 തീർത്ഥാടകരാണ് സന്നിധാനത്തെത്തിയത്. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷിന് BJP കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. ജില്ലാ അധ്യക്ഷൻ KK വിനോദ് കുമാർ, BJP ദേശീയ സമിതി അംഗം C രഘുനാഥ്, സംസ്ഥാന സെക്രട്ടറി K രഞ്ജിത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് കണ്ണൂർ പയ്യാമ്പലത്തെ മാരാർജി സ്മൃതി മണ്ഡപത്തിൽ ശ്രീ VV രാജേഷ് പുഷ്പാർച്ചന നടത്തും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന 3 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യൻ സംഘത്തെ വൈഭവ് സൂര്യവംശിയാണ് നയിക്കുന്നത്. ലോകം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഭാരതീയ ദർശനങ്ങളാണെന്നും ലോകത്തിന് ഗുരുസ്ഥാനീയമാകുന്ന രാഷ്ട്രമെന്ന സങ്കല്പം വളർത്തിയെടുക്കണമെന്നും കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് N നാഗരേഷ് പറഞ്ഞു. ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ 43ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിചാര കേന്ദ്രം ഡയറക്ടർ R സഞ്ജയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രമുഖ ചലച്ചിത്ര നടനും ഗാന്ധിഭവൻ കുടുംബാംഗവുമായിരുന്ന TP മാധവന്റെ പേരിൽ ഗാന്ധിഭവൻ ഏർപ്പെടുത്തിയ TP മാധവൻ അവാർഡ് ചലച്ചിത്ര നടന്മാരായ മധുവിനും ജഗദീഷ് ശ്രീകുമാറിനും സമ്മാനിക്കും. മലയാള സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന ഭൂപാലി ഹിന്ദുസ്ഥാനി സംഗീത പരിപാടി ഇന്ന് വൈകുന്നേരം 6:30 തിരുവനന്തപുരം വഴുതക്കാട് ടാഗോർ തിയേറ്ററിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഭഗവാൻ ശ്രീബുദ്ധന്റെ വിപ്ലവ തിരുശേഷിപ്പുകളുടെ അന്താരാഷ്ട്ര പ്രദർശനം ഇന്ന് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനതല രജിസ്ട്രേഷൻ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നാളെ കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. തൊണ്ടിമുതൽ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജു കുറ്റക്കാരൻ. നെടുമങ്ങാട് കോടതിയുടെ വിധി പ്രസ്താവം കുറ്റപത്രം സമർപ്പിച്ച് 19 വർഷങ്ങൾക്ക് ശേഷം. കേറ്ററ്റ് നിർബന്ധമാക്കിയ ഉത്തരവ് മരവിപ്പിച്ചു. സുപ്രീംകോടതി വിധിക്കെതിരെ റിവ്യൂ പെറ്റീഷൻ നൽകുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഹിയറിംഗ് നോട്ടീസ് നൽകുന്ന നടപടികൾ പുരോഗമിക്കുന്നു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അണ്ടർ-19 ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.